എം പ്രകാശൻ നേരത്തെ ജ്യോതികുമാർ ചാമക്കാല ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? RSS ADGP കൂടിക്കാഴ്ചയിലെ ഒരു രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയ മറുപടിയാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നേ. ഇതിലെ ഈ മാധ്യമ ചർച്ചകളുടെ ഒരു അധാർമികത ഈ ചർച്ചയും വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സ്മൃതി ഉൾപ്പെടെ 4 പേരും മാർക്സിസ്റ്റ് വിരുദ്ധ ഭാഗത്തും അതിന് മറുപടി പറയാൻ ഞാൻ ഒരാളുമാണ് നിൽക്കുന്നത്. എനിക്ക് മാക്സിമം നിങ്ങൾ തരുന്ന 60 മിനിറ്റിൽ 10 മിനിറ്റാണ്. ഇതൊരു അധാർമികമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ചർച്ചകളിൽ പാർട്ടി പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ആലോചിക്കേണ്ടി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറയാനിടയായിട്ടുള്ളൊരു കാര്യം. ഇനി ആകെ 10 മിനിറ്റേ ഉള്ളൂ ആവശ്യത്തിന് തരാൻ. നിങ്ങൾ ഏതാണ്ട് 40 മിനിറ്റ് നിങ്ങൾ 4 പേരോട് പറഞ്ഞു, പിന്നെ 7 ആവശ്യത്തിന് തരിക. പിന്നെ ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ട് ഭരിക്കാനൊന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് 2 തരമില്ല. അത് സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ RSSകാരുമായിട്ട് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് എന്തൊരു വലിയ പ്രയാസ ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്. ഇന്ന് മുഖ്യമന്ത്രി ഒരു പുസ്തകത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ? പഴയ DGP ജയറാം പടിക്കലിന്റെ ജീവചരിത്രത്തെ സംബന്ധിച്ചാണ്. അതിൽ അദ്ദേഹം പറയുന്നു, 1991 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും BJPയുമായി ഉണ്ടാക്കിയ സഖ്യത്തിന്റെ ചർച്ചകളിൽ ഞാനാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രി പറഞ്ഞാൽ ആർക്കെങ്കിലും മറുപടി ഞാൻ അതിനെ പറ്റിയിട്ട്. പിന്നെ നേരിട്ട് തന്നെ KG മാരാർ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ചേർന്ന് നടത്തിയ ചർച്ചകളെ സംബന്ധിച്ച് നോക്കിയാൽ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിലപാടെടുത്തിരിക്കുന്ന കോൺഗ്രസുകാരെ ഒരുപാട് കാണാൻ സാധിക്കും. ഈ ചൂണ്ടിക്കാണിക്കാൻ സമ്മതിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാര്യത്തിലുള്ള മറുപടി അതാ ഞാൻ മറുപടിയിലേക്ക് വരാനാണ് ഈ കാര്യം പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഇതിൽ ഈ കേരളത്തിലെ പോലീസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയല്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാര്യം സംബന്ധിച്ച് നടപടിയെടുക്കും. അന്വേഷണത്തിന്റെ പരിധിയിൽ ആ കാര്യം ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഏതെങ്കിലും പാർട്ടി ആവശ്യത്തിന് വേണ്ടിയിട്ട് പോലീസുകാരെ രാഷ്ട്രീയ പാർട്ടികളെ ചർച്ചകളോട്ട് അയക്കുന്ന ഏർപ്പാട് CPMനെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുന്ന പ്രശ്നമില്ല. അതല്ല കോൺഗ്രസിന്റെ ഏർപ്പാടാണ്. നേരത്തെ കോൺഗ്രസിന്റെ ഏർപ്പാട് പറയാൻ വേണ്ടിയാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജയറാം പടിക്കലിന്റെ ഈ പുസ്തകത്തെ പരാമർശിച്ചത്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്കറിയാം. ADGPയുടെ കൂടിക്കാഴ്ച ADGP നിഷേധിച്ചിട്ടില്ല. ആ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടല്ലോ. അതിലൊരു വിമർശനം പോലും മുഖ്യമന്ത്രിക്കില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. ശ്രീ M പ്രകാശൻ, നമ്മളിവിടെ TP സെൻകുമാറിനെ അതിശക്തമായി വിമർശിക്കുന്ന പിണറായി വിജയനെ കണ്ടിട്ടുള്ളത് ശ്രീ M പ്രകാശൻ. അത് നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായിരിക്കും. പക്ഷെ മുഖ്യമന്ത്രി ആ വിഷയം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ടു സ്മൃതി അദ്ദേഹം പറഞ്ഞ അതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിയമപരമായിട്ട് ശരിയല്ലാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ആടിനെ പട്ടിയാക്കരുത്. ഞാൻ രാഷ്ട്രീയമാണ് ചോദിക്കുന്നത് ശ്രീ M പ്രകാശൻ. താങ്കൾക്ക് അറിയാം ADGP CPM ആണോ? ഞാൻ ചോദിക്കട്ടെ, ADGP മറ്റു പാർട്ടിക്കാരെ കാണാൻ ഇടത് സർക്കാരിന്റെ പോലീസ് ആരെ കാണുന്നു എന്നത് നിങ്ങളുടെ വിഷയമല്ലേ? അല്ലെങ്കിൽ പറയൂ. അല്ല, പ്രതിപക്ഷ നേതാവിനെ കണ്ടൂടെ? കോൺഗ്രസിനെ കാണാവോ? ലീഗിനെ കാണാൻ പാടുണ്ടോ? നിങ്ങളെന്ത് വിഡ്ഢിത്താണ് പറയുന്നത്? ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒരുപോലെയാണോ? നിങ്ങളിപ്പോ അജിത് കുമാറിനെയും P ശശിയെയും ഒരുപോലെ പറയുന്നു. അജിത്തും P ശശി ഒരുപോലെയാ? P ശശി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഉദ്യോഗസ്ഥൻ ആരെയും കാണാൻ പാടില്ല. അങ്ങനെയുണ്ടോ കോഡ് ഓഫ് കോണ്ടക്റ്റില്? നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ നിയമത്തിൽ ഒരു പാർട്ടിക്കാരെയും ഇപ്പൊ പോലീസുകാർ എല്ലാവരും വിളിക്കുന്നില്ലേ? RSSകാർ ഉൾപ്പെടെ യോഗത്തിന് വിളിക്കുന്നില്ലേ? ഞങ്ങളെ വിളിക്കുന്നില്ലേ? ഇവിടെ UDF ഭരിക്കുമ്പോ നിങ്ങൾ എന്ത് വിട്ടിട്ടാണ് പറയുന്നത്? ഒരു കാരണവശാലും RSSനെ കാണാൻ പാടില്ല. അങ്ങനെയുണ്ടോ? ഒരു കാരണവശാലും കോൺഗ്രസിനെ കാണാൻ പാടില്ല. CPM എന്ന് പറഞ്ഞ പിണറായി വിജയന് ADGP MR അജിത് കുമാറിന്റെ പോക്ക് എങ്ങോട്ടായാലും പ്രശ്നമില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല. അല്ല നിങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയരുത്. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടട്ടെ.
എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടി എടുത്തിരിക്കും. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഈ പോലീസുകാരുടെ ആരോപണം അജിത് കുമാറിനെതിരെ ഉണ്ടായിട്ട് പോലും നിങ്ങള് സ്മൃതി നിങ്ങൾക്ക് ഈ കേൾവിക്കാരെ തിരിച്ചേൽപ്പിക്കണമെന്നുണ്ടാവും. ഇവര് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, കണ്ടു എന്നുള്ള കാണാൻ പാടില്ല. അല്ല മാഷേ, വളരെ ഗുരുതരമായ ആരോപണമാണ്. ജേക്കബ് തോമസ് ഒരു ബുക്ക് എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് നടപടിയെടുത്തത്. മാധ്യമങ്ങൾക്ക് തീവ്രവാദിയെ കൊണ്ടുവരുന്നു എന്ന് സന്ദേശം പോയി എന്ന പേരിൽ ATS തലവനെ അടക്കം നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്യുന്നു, P. വിജയനെ. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ആരോപണമാണ് MR അജിത് കുമാറിനെതിരെ നിങ്ങളുടെ എന്തുകൊണ്ട് നടപടിയില്ല? ഞാനാണ് പറയുന്നത്. പിന്നെ അതിനിടയ്ക്ക് BJP-കാരൻ പറയേണ്ട കാര്യം എന്താ? ഞാൻ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ RSS-കാരെ കാണാനേ പാടില്ല. കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാലോ. കാണാനേ പാടില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കണ്ടത് ശരിയല്ലാത്തവരൊക്കെയാണെങ്കിൽ നടപടി ഉണ്ടാവും. എന്താ സംശയമുള്ളത്? ഇവിടെ CPM ഭരിക്കുന്ന കാലത്ത് റിപ്പോർട്ട് നൽകിയ ശേഷം നടപടി ഉണ്ടാകും. അതിൽ രാഷ്ട്രീയ നിലപാട് അപ്പോൾ പറയാം, അല്ലേ? വ്യക്തത വന്നു. ശ്രീ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള അക്കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 5 കൊല്ലമായല്ലോ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വേട്ടയാണ് നിങ്ങൾ ഇറങ്ങിയിട്ട്. ഇനി അന്വേഷിക്കാൻ ഏതെങ്കിലും ഏജൻസി ഇന്ത്യക്കകത്ത് ബാക്കിയുണ്ടോ? എന്നിട്ട് ഒരു ചുക്കും കണ്ടുപിടിക്കാനായില്ലല്ലോ. എല്ലാ കേസിന്റെയും ഇത് കൊടുത്തല്ലേ നിങ്ങള്. രാഷ്ട്രീയ മറുപടി കിട്ടിയോ? കിട്ടിയ മറുപടി എന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവിടെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP-ക്ക് ഏത് RSS നേതാവിനെ എപ്പോഴും കാണുന്നതിനും ഒരു തടസ്സവും ഇല്ല എന്നാണ് ശ്രീ പ്രകാശൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളെ കുറിച്ചുകൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത്, മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും പോലീസിന്റെ സേവനം ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഒരു വിവാദ നായിക സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വന്നപ്പോൾ ഇതേ ADGP ഞാൻ പറയട്ടെ, ഇതേ ADGP ഷാജ് കിരൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനെ വിട്ട് ഈ സ്വപ്ന സുരേഷിന്റെ കൂട്ടാളിയുമായി സംസാരിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അവിടെ ഷാജ് കിരൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷാജ് കിരണിന്റെ ഫോണിലേക്ക് ഈ ADGP ഫോൺ ചെയ്തത് ഓർമ്മയുണ്ടോ? ഈ ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് ഓർമ്മയുണ്ടോ? എന്തിന്റെ പേരിലായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി. നിഷേധിക്കാൻ പറ്റുമോ? ഇതേ ADGP അല്ലേ ഉപയോഗിച്ചത്? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയം ചുരുക്കം പോലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം, ഇവിടെ അന്വേഷണം നടക്കട്ടെ. എന്ത് അന്വേഷണം പ്രകാശൻ ഇതിന് ഉദ്ദേശിക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ഈ കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ അറിയാവുന്നതല്ലേ? മുഖ്യമന്ത്രി പാർട്ടി ഫോറത്തിൽ പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി LDF-ൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രി എന്തിനൊളിച്ചു വെച്ചു? മുഖ്യമന്ത്രി അന്ന് അന്വേഷിച്ചിരുന്നോ എന്തിനാ പോയെന്ന്? എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ഒറ്റ മിനിറ്റ് മാത്രമല്ല, കാണുന്നതിൽ എന്താണ് പ്രശ്നം എന്നാണ്. തലയിൽ മുണ്ടിട്ട് വസ്ത്രം മാറി വാഹനം മാറി ഒളിച്ചുപോയി കണ്ടിട്ട് അതിനെക്കുറിച്ച് അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അതിൻ്റെ നിജസ്ഥിതി എന്തെന്ന് ഇതുവരെ ബോധ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇനി ഒരു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെ അദ്ദേഹത്തിന് ബോധ്യപ്പെടൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ മിസ്റ്റർ പ്രകാശൻ? ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? അപ്പോ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം അറിയാം. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് പോയത്, മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് പോയത്, മുഖ്യമന്ത്രിയുടെ കാര്യസാധ്യത്തിലാണ് പോയത്. അതിന് പോയതിനു ശേഷം ഇപ്പൊ തള്ളി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് പോലും മാറ്റാത്തത് എന്ന കാര്യത്തിൽ DGP-യുടെ റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ആ റിപ്പോർട്ട് വരട്ടെ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയ മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ M. പ്രകാശൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് BG വിഷ്ണു, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.